മക്കളെ, ഇന്ന് നമുക്ക് ബയാ ഹമാരി ചിടിയ റാണി എന്ന കവിതയിലെ വൺ വേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. അതായത് എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, കവിതാക്ക ശീർഷകത. അത് കവിതയ്ക്ക് വേറെ ഒരു പേര് കൊടുക്കാനാണ്. നമ്മൾ പഠിക്കുന്ന കവിതയുടെ പേര് ചിടിയ റാണി എന്നാണ്. അതുകൂടാതെ കവിതയ്ക്ക് നിങ്ങളോട് മറ്റൊരു പേര് നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഗോസല എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചിത്രമേ കോൻ കോൻ ഹേ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ചിത്രം അല്ലേ? ആ ചിത്രത്തിൽ ആരൊക്കെയാണുള്ളത്? ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചിത്രത്തിൽ ആരൊക്കെയാണുള്ളത്? ലടുക്ക ഓർ ലടുക്കി. ഒരു ലടുക്കയും ഒരു ലടുക്കിയും ഉണ്ട് അല്ലേ? ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും. ഒരു കിളിക്കൂട് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും നിൽക്കുന്നതായിട്ടാണ് നിങ്ങളുടെ പിക്ചർ. ഇനി വേ വഹാം ഗഡേഹെ. അവരെവിടെയാണ് നിൽക്കുന്നത്? വേ ഏക്ക് പേടുക്കേ നീച്ചെ. അവരെവിടെയാണ് നിൽക്കുന്നത്? ഒരു മരത്തിൻ്റെ താഴെയാണ് അവർ നിൽക്കുന്നത്. വേ ഏക്ക് പേടുക്കേ നീച്ചെ ഗഡേഹെ. കവിതാക്ക രചനാകാർ കോൻ ഹെ. ഈ കവിത എഴുതിയത് ആരാണ്? മഹാദേവി വർമ്മ. യഹാം ചിടിയ റാണി കോൻ ഹെ. ഇവിടെ ചിടിയ റാണി ആരാണ്? ഇവിടെ ആരെയാണ് ചിടിയ റാണി എന്ന് പറയുന്നത്? ബയ. ബയ എന്ന് പറഞ്ഞാൽ തൂക്കനാംകുരുവിയാണ് ബയ. അടുത്ത ക്വസ്റ്റ്യൻ, വേ കിസ്കോ ദേഖ് രഹേ ഹേ. അവർ ആരെയാണ് നോക്കി നിൽക്കുന്നത്? വേ കിസ്കോ ദേഖ് രഹേ ഹേ. അവർ ആരെയാണ് നോക്കി നിൽക്കുന്നത്? ബയാ ചിടിയാക്കോ ദേഖ് രഹേ ഹേ. അവര് ബയ ചിടിയയെയാണ് നോക്കി നിൽക്കുന്നത്. തൂക്കനാംകുരുവിയെയാണ് അവര് നോക്കി നിൽക്കുന്നത്. ബയാ തിൻകേസെ ക്യാ കർത്തി ഹേ. ബയാ തിൻകേസെ ക്യാ കർത്തി ഹേ. ബയ പുൽക്കൊടി കൊണ്ട് എന്താണ് ചെയ്യുന്നത്? ഗോസല ബനാത്തി ഹെ. എന്താണ് ചെയ്യുന്നത്? ഗോസല ബനാത്തി ഹെ. ബനാത്തി ഹെ എന്നാട്ടോ. ഗോസല ഉണ്ടാക്കുന്നു. ബനാത്തി ഹെ. ഗോസല ബനാത്തി ഹെ. ഗോസല പറഞ്ഞ കിളിക്കൂട്. ബയ തിനുക്ക പുൽക്കൊടി ഉപയോഗിച്ചിട്ട് പുൽക്കൊടികൾ ഉപയോഗിച്ച് കിളിക്കൂട് ഉണ്ടാക്കുന്നു. ബയ ഗോസലേക്കു കഹാം ലടുക്ക കാത്തി ഹെ. ലടുക്കാന പറഞ്ഞ തൂക്കിയിടുക. ബയ ഗോസലേക്കു. ബയ കിളിക്കൂടിനെ കഹാം എവിടെ തൂക്കിയിട്ടിരിക്കുന്നു. ബയ കിളിക്കൂടിനെ, അതായത് തൂക്കനാംകുരുവി അതിൻ്റെ കൂടിനെ എവിടെയാണ് തൂക്കിയിട്ടിരിക്കുന്നത്? ഊഞ്ചി ഡാലോം പർ. ഉയർന്ന മരച്ചില്ലകളിൽ. ഊഞ്ചി ഡാലോം പർ. ഡാൽ പറഞ്ഞ മരച്ചില്ല. ഊഞ്ചി ഡാലോം പർ ഉയർന്ന മരച്ചില്ലകളിൽ. ബയ ദാന കഹാംസേ ലാത്തി ഹെ. ബയ ധാന്യം എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? ബയ ദാന കഹാംസേ ലാത്തി ഹെ. ബയ എവിടെ നിന്നാണ് ധാന്യം കൊണ്ടുവരുന്നത്? ഗേത്തോംസേ വയലുകളിൽ നിന്ന്. ബയ പാനി കഹാംസേ ലാത്തി ഹെ. ഈ ബയ ചിടിയ എവിടെ നിന്നാണ് പാനി കൊണ്ടുവരുന്നത്? വെള്ളം കൊണ്ടുവരുന്നത് എവിടെ നിന്നാണ്? നദിയോംസെ. നദികളിൽ നിന്ന്. എവിടെ നിന്നാണ്? നദിയോംസെ. നദികളിൽ നിന്ന്. കവിതാമേ മഹൽ ശബ്ദ കാ മത്ലബ് ക്യാ ഹെ. കവിതയിൽ മഹൽ എന്ന ശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? ഗോസല കിളിക്കൂട്. ഇവിടെ കവിതയിൽ മഹൽ പറഞ്ഞാൽ ശരിക്കും കൊട്ടാരം എന്നുള്ള അർത്ഥമാണ്. അപ്പൊ കിളികളുടെ കൊട്ടാരമായിട്ട് അവരുണ്ടാക്കാൻ പോകുന്ന എന്താണ്? കിളിക്കൂടാണ്. കവിതയിൽ മഹൽ എന്ന ശബ്ദത്തിന് നൽകിയിരിക്കുന്ന അർത്ഥം എന്താണ് എന്നാണ് ചോദ്യം. ഈ കവിതയിൽ മഹൽ എന്ന ശബ്ദത്തിന് ഗോസല എന്നാണ് അർത്ഥം നൽകിയിരിക്കുന്നത്. ഗോസല കിളിക്കൂട്. മീഠാ പാനി വിശേഷൺ ശബ്ദ്. മീഠാ പാനി അതിലേതാണ് വിശേഷൺ ശബ്ദ്? മീഠ. മീഠാ പാനി അതിലേതാണ്? മീഠ. ചിടിയാ കെ ദൂർ ന ജാനെ കെ ലിയെ ബच्चे ക്യാ ക്യാ കരേംഗെ. ചിടിയ പക്ഷി ദൂരേക്ക് പോവാതിരിക്കാൻ വേണ്ടി കുട്ടികൾ എന്തൊക്കെ ചെയ്യും? ടെണ്ട് പാനി ഓർ ധാനം സെ ആങ്കൺ ഭർ ദേംഗെ. തണുത്ത വെള്ളവും ധാന്യങ്ങളും കൊണ്ട് അവരുടെ മുറ്റം നിറയ്ക്കും. അപ്പൊ അത് കഴിക്കാൻ വേണ്ടി അവരവിടെ നിൽക്കും. അവർ ദൂരേക്ക് പോകൂലാന്നല്ലേ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, പർ നികൽനെ സെ താത്പര്യ ക്യാ ഹെ. പർ നികൽനെ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ബഡാ ഹോ ജാന. ബഡാ ഹോ ജാന വലുതാവുക. വലുതാവുക എന്നുള്ള അർത്ഥമാണ്
പർ നികൽന, ചിറക് മുളയ്ക്കുമ്പോൾ എന്ന് പറയുന്നുണ്ടല്ലോ, ചിറക് മുളയ്ക്കുക എന്ന്, ചിറക് മുളയ്ക്കുമ്പോൾ അവർ പറന്നു പോകുന്നു എന്ന് പറയുന്നില്ലേ. അപ്പോൾ ഈ ചിറക് മുളയ്ക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവർ വലുതാവുന്നു, അവർക്ക് ഒറ്റയ്ക്ക് പറക്കാനൊക്കെയുള്ള പ്രാപ്തിയാകുന്നു. ഉഡ് ജാനെ സെ തത്പര്യ ക്യാ ഹെ? ഉഡ് ജാന എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? സ്വതന്ത്ര ഹോ ജാന, സ്വതന്ത്രമാവുക. ഉഡ് ജാന പറന്നു പോവുക. അപ്പോൾ പറന്നു പോവുക എന്നതിൻ്റെ അർത്ഥമാക്കുന്നത് സ്വതന്ത്ര ജാന, സ്വതന്ത്ര ഹോ ജാന. അടുത്തത് പക്ഷി കെലിയ ദൂസര ശബ്ദ്. പക്ഷി എന്നതിൻ്റെ മറ്റൊരു ശബ്ദം ചിടിയ. പക്ഷി എന്നതിന് മറ്റൊരു ശബ്ദം കൊടുക്കുക, അതെന്താണ്? ചിടിയ. പക്ഷി, അതേ അർത്ഥമാണ് ഇതിന് വരുന്നത്, ചിടിയ എന്നുള്ളതിന് വരുന്നത്. സമാനാർത്ഥ വാലയ ശബ്ദ ലിഖോ, സമാനാർത്ഥം വരുന്ന ശബ്ദം എഴുതാനാണ് ജൽ. ജൽ എന്നതിൻ്റെ അതേ അർത്ഥം വരുന്നത് പാനി. അടുത്തത് പങ്ക്, പങ്ക് പർ. ഇതൊക്കെ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ടെഹനി ടാൽ, മരച്ചില്ലാണ് രണ്ടിൻ്റെ അർത്ഥം. ഇവിടെ ചിറകാണ് രണ്ടിൻ്റെയും അർത്ഥം വരുന്നത്. ഇവിടെ രണ്ടിൻ്റെ അർത്ഥം വരുന്നത് പാനി, വെള്ളം എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. നിഗരാനി കർണ മത്ലബ് ക്യാ ഹെ? നിഗരാനി കർണ പറഞ്ഞാൽ ദേഖ്ഭാൽ കർണ, ദേഖ്ഭാൽ കർണ, ദേഖ്ഭാൽ കർണ. പാഞ്ച് ചിടിയാം കാ നാം ലിഖേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങളോട് 5 പക്ഷികളുടെ പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എഴുതിയത് നോക്കാം. തോത്ത, തോത്ത പറഞ്ഞാൽ എന്താണ്? തത്ത. ബഗുള, എന്താണ് ബഗുള? കൊക്ക്. കോയൽ, കോയൽ പറഞ്ഞാൽ എന്താണ്? കുയിൽ. മോർ, മോർ, മയിൽ. കബൂത്തർ, പ്രാവ്, കബൂത്തർ, പ്രാവ്. അത്രയാണ് പക്ഷികളുടെ പേര്. 5 പക്ഷികളുടെ പേര് നമ്മൾ എഴുതിയത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദാന ദൂസര ശബ്ദ്. ദാന എന്നതിൻ്റെ മറ്റൊരു ശബ്ദമാണ് ചോദിച്ചിരിക്കുന്നത്. ധാന്യം എന്നതിൻ്റെ മറ്റൊരു ശബ്ദം അനാജ്. അനാജ് പറഞ്ഞാൽ ധാന്യമാണ്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മുടെ 1 വേർഡ് ക്വസ്റ്റ്യൻ ഉള്ളത്. എല്ലാവരും ക്വസ്റ്റ്യൻ ശരിക്കും കണ്ടിട്ട് ശരിക്കും പഠിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ.